Hi students, today we are going to study graphs of different functions. അപ്പോൾ വ്യത്യസ്ത ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് എങ്ങനെ വരക്കുന്നു നമുക്ക് നോക്കാം. അതിനു മുന്നേ എന്താണ് റിയൽ വാല്യൂഡ് ഫങ്ഷൻ, അതുപോലെ റിയൽ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എ ഫങ്ഷൻ വിച്ച് ഹാസ് ഐദർ ആർ ഓർ വൺ ഓഫ് ഇറ്റ്സ് സബ്സെറ്റ്സ് ആസ് ഇറ്റ്സ് റേഞ്ച് ഈസ് കോൾഡ് എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ ഫങ്ഷൻ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ആവാനുള്ള കണ്ടീഷൻ ഡൊമെയിൻ എന്തോ ആയിക്കോട്ടെ, അതൊരു വിഷയമല്ല. പക്ഷേ റേഞ്ച് എന്തായിരിക്കണം? ഒന്നുകിൽ നമ്മുടെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കണം റേഞ്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും സബ്സെറ്റ്സ് ആയിട്ട് വരാം. ഇനി ഇഫ് ദ ഡൊമെയിൻ ഈസ് ഓൾസോ ഐദർ ആർ ഓർ എ സബ്സെറ്റ് ഓഫ് ആർ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ റിയൽ ഫങ്ഷൻ. ഇനി ഇപ്പോൾ റേഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ആർ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റ്സ്. ഇനി ഡൊമെയിൻ എന്ന് പറയുന്നതും ആറോ അതിൻ്റെ സബ്സെറ്റ്സോ ആണെങ്കിൽ അതിനെ നമ്മൾ റിയൽ ഫങ്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് നോക്കാം. എല്ലാ ഫങ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫും പഠിക്കണം, ഡൊമെയിൻ, റേഞ്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, ഫസ്റ്റ് വൺ ഐഡൻറ്റിറ്റി ഫങ്ഷൻ. എ ഫങ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ വൈ ഈക്വൽ ടു എക്സ്. നമ്മൾ സാധാരണ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ ഈസ് നോൺ ആസ് ദ ഐഡൻറ്റിറ്റി ഫങ്ഷൻ. അപ്പോൾ ഐഡൻറ്റിറ്റി ഫങ്ഷൻ എന്ന് പറയുന്നത് എഫ് ഫ്രം ആർ ടു ആർ ആണ്. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? വൈ ഈക്വൽ ടു എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് ആയിരിക്കണം. അതായത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എപ്പോഴും സെയിം ആയിട്ടിരിക്കുക. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ വാല്യൂസ് ഞാൻ മാർക്ക് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ എക്സ് -1 ആകുമ്പോൾ വൈയും -1, കാരണം വൈ ഈക്വൽ ടു എക്സ് ആണ്. 0 വരുമ്പോൾ 0, 1 വരുമ്പോൾ 1, 2 വരുമ്പോൾ 2, 0.5 ആണെങ്കിൽ 0.5, √3 ആണെങ്കിൽ √3, അങ്ങനെയാണ് വരിക. ഈ ടേബിൾ നമ്മൾ ഗ്രാഫ് വരക്കാനുള്ള സൗകര്യത്തിന് ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാഫ് നോക്കാം. ഇതാ പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതാ 0, 0 എന്ന് പറയുന്ന പോയിൻ്റാണിത്. ഇത് 1, 1, ഇത് 2, 2, അങ്ങനെ പോകുന്നു. ഇതാ -1, -1, -2, -2. നമ്മൾ ഗ്രാഫ് വരക്കാൻ ആവശ്യമുള്ള കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. എക്സ് ഇതാ ഇവിടെ 0 എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ പോയിൻറ്റ്സിനെയാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് ഗ്രാഫ് കിട്ടുന്നത്. അതുപോലെ തന്നെ എക്സ് <0 എടുക്കുമ്പോഴുള്ള കേസാണിത്. ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സ് എല്ലാ വാല്യൂസും എടുക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വൈ വാല്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പോയിൻറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്യുക, അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടും. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, വൈയുടെയും എക്സിൻ്റെയും ഒക്കെ ഡിഗ്രി 1 ആണ്, ലീനിയർ ആണെന്ന് അർത്ഥം. ആ കേസിൽ നമുക്ക് പോയിൻറ്റ്സിന് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യാം. അല്ലാത്ത ഒരു കേസിലും നമ്മൾ സ്കെയിൽ വെച്ച് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യരുത്, സ്മൂത്ത് കർവായിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഹിയർ ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. നമുക്ക് എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ആർ. ഈ കേസിൽ വൈയും എക്സും സെയിം ആയതുകൊണ്ട് റേഞ്ചും എന്താണ്? ആറാണ് വരിക. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഫ്രം ആർ ടു ആർ ആണെങ്കിൽ ഈ സെക്കൻഡ് സെറ്റ് ഏതാണോ അതാണ് നമ്മുടെ കോഡൊമെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ ഈസ് നോൺ ആസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു കോൺസ്റ്റൻറ്റ്. ഏത് വാല്യൂ ആവും, പക്ഷേ വൈ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ കൺസിഡർ വൈ ഈക്വൽ ടു 2. അപ്പോൾ വൈ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ വൈ എപ്പോഴും 2 ആയിരിക്കും. എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ എക്സിന് -1 ആവാം, 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, ഏതും ആവാം, 1/2 ആവാം, -3/2 ആവാം. പക്ഷെ വൈ എപ്പോഴും എന്താണ്? 2. ഓക്കെ, ഞാൻ കുറച്ച് പോയിൻറ്റ്സ് മാത്രം ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇതാ 0, 2, ഇതാണ് 0, 2. ഇനി 1, 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, 2, 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അപ്പം നമുക്കറിയാം ഈ ഡിസ്റ്റൻസ്, അതായത് വൈ ഡിസ്റ്റൻസ് എപ്പോഴും എന്താണ്? ഇവിടെ 2 ആണ് വരിക എന്നർത്ഥം. അപ്പോൾ ആ ലൈനിൻ്റെ ആ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇറ്റ് ഈസ് ഓൾവേസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, എപ്പോഴും എക്സ് ആക്സിന് പാരലൽ ആയിരിക്കും. ഇനി നോക്കൂ, നമ്മുടെ ഈ സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്, ഞാൻ കോൺസ്റ്റൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സി ആണ് യൂസ് ചെയ്തത്.
അത് പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും ഗ്രാഫ് എബവ് ദ എക്സ് ആക്സിസ് ആയിരിക്കും. ഇപ്പോൾ y=1 ആണെങ്കിൽ ഗ്രാഫ് ഇതാ ഈ 1-ൽ കൂടെ വരും. y=3 ആണെങ്കിൽ ഗ്രാഫ് ഇതിൽ കൂടെ വരും. ഇനി y=കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇത് താഴേക്ക് വരും. y=-1 ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരും. എക്സ് ആക്സിന് പാരലായിരിക്കും, 0 - 1 ഇല്ലേ, ഇതിലേ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ ഗ്രാഫ് സി നെഗറ്റീവ് ആണെങ്കിൽ ബിലോ ദ എക്സ് ആക്സിസ് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ എബവ് ദ എക്സ് ആക്സിസ് ആയിരിക്കും. 0 ആണെങ്കിൽ എന്താണ് വരിക? 0 ആണെങ്കിൽ പിന്നെ ദാറ്റ് ഗ്രാഫ് ഈസ് സെയിം ആസ് എക്സ് ആക്സിസ്, അത് എക്സ് ആക്സുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, ഈ കേസിൽ ഡൊമെയിൻ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എക്സിന് ഏത് വാല്യൂ വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഒരു പ്രശ്നവുമില്ല, 0 ആവാം, 1 ആവാം, 2 ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ആർ. റേഞ്ച് എന്താണോ ആ കോൺസ്റ്റന്റ് അത് മാത്രമാണ് വരിക. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ സി, സെറ്റ് സി. ഓക്കെ, നെക്സ്റ്റ് ഗ്രാഫ് ഒരു പരാബോളയാണ്. പരാബോളക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാൻ പോകുന്നുണ്ട്. 4 ടൈപ്പാണ് സ്റ്റാൻഡേർഡ് പരാബോള വരുന്നത്. അതിലൊന്ന് മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ബൈ y=f(x)(x²) x ബിലോങ്സ് ടു ആർ. അപ്പോൾ ഞാൻ എക്സിന് കുറച്ച് വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. -2 എന്ന് പറയുമ്പോൾ ഇവിടെ y വാല്യൂ എന്ത് വരും? -2² 4, -1 ആണെങ്കിൽ -1² 1, 0 ആണെങ്കിൽ 0, 1 വരുമ്പോഴത്തേക്കും 1² 1, 2 വരുമ്പോഴത്തേക്കും 4. ഇത് ടേബിള് വെറുതെ നമ്മളൊരു ഗ്രാഫ് വരക്കാനുള്ള പോയിന്റ്സ് മാത്രമാണ് കേട്ടോ, അല്ലാതെ ഇതൊന്നും അല്ല ഡൊമെയിനും റേഞ്ചും. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂസ്, അതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നോക്കാം. ഇവിടെ 0 0 ഞാൻ മാർക്ക് ചെയ്തു, 1 1, ദെൻ 2 4, -1 1, -2 4. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോയിന്റ്സ് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം? സ്മൂത്ത് കേർവ് അല്ലേ, കൈകൊണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പാണ് കിട്ടുക, യു ഷേപ്പ്. കണ്ടോ, ഇതാണ് നമ്മുടെ പരാബോളയുടെ ഗ്രാഫ് വരിക. ഇവിടെയും എക്സ് എല്ലാ വാല്യൂസും എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഡൊമെയിൻ എന്താണ്? ആറാണ് വരിക. റേഞ്ച് നോക്കൂ, ഇവിടെ y വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫ് ഈസ് എബവ് ദ എക്സ് ആക്സിസ് ആണ്. അപ്പോൾ y വാല്യൂ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. 0 വരാം, അതുപോലെ പോസിറ്റീവ്. താഴേക്ക് എക്സ് ആക്സിന് താഴേക്ക് ഗ്രാഫ് വരുന്നേ ഇല്ല. അപ്പോൾ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. നെക്സ്റ്റ് ഗ്രാഫ് നോക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ f(x)(x³). അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വാല്യൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ് -2 എടുക്കുമ്പോഴത്തേക്കും -2³ ദാറ്റ് ഈസ് -8, -1 വരുമ്പോഴത്തേക്കും -1³ -1, 0 0, 1 1, 2 വരുമ്പോഴത്തേക്കും 2³ ദാറ്റ് ഈസ് 8. ഇത് ഡിഗ്രി 3 ആണല്ലേ, ലീനിയർ അല്ല. അപ്പോൾ നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യുക, കൈകൊണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് 0 0 എന്ന് പറയുന്ന പോയിന്റ്. ഇത് 1 1, ഇത് 2 8 എന്ന് പറയുന്ന പോയിന്റ്. ഇനി 3 എടുക്കുമ്പോഴത്തേക്കും 27 ആണ് വരിക. അതങ്ങ് കൂടിപ്പോകും, അത് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. -1 -1, -2 -8 ഇത് ഞാൻ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യൂബിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ f(x)(x³) ഗ്രാഫ് കിട്ടും. നമുക്കറിയാം എക്സിന് ഏത് വാല്യൂ വേണമെങ്കിൽ എടുക്കാം. 4 എടുക്കാം, 5 എടുക്കാം, 6 എടുക്കാം, 6.5 ആവാം. അതിൻ്റെ ക്യൂബാണ് y വാല്യൂ ആയിട്ട് വരിക. അതുപോലെ തന്നെ നെഗറ്റീവ് വാല്യൂസ് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? 6, റേഞ്ച് എന്ന് പറയുന്നതും 6. നെക്സ്റ്റ് ഗ്രാഫ് നോക്കാം. ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ മൈനസ് സെറ്റ് 0 to r ഡിഫൈൻഡ് ബൈ f(x)(1/x) where x belongs to r minus set 0. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ f(x) എന്ന് പറയുന്നത് 1/x ആണ്, y=1/x. അപ്പോൾ സ്വാഭാവികമായിട്ടും x ≠ 0 വരണം. x = 0ൽ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മുടെ ഡൊമെയിൻ എന്തായിട്ട് എടുത്തത്? r മൈനസ് സെറ്റ് 0. അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ r മൈനസ് സെറ്റ് 0 ആണ്. ഇനി റേഞ്ച് എന്ത് വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗ്രാഫ് വരക്കാൻ ഞാൻ കുറച്ച് പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. -2, x -2 ആകുമ്പോൾ 1/-2 ദാറ്റ് ഈസ് -1/2. -1 വരുമ്പോൾ 1/-1 -1 -1/2 വരുമ്പോഴത്തേക്കും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ -2 അല്ലേ, റെസിപ്രോക്കൽ ഫംഗ്ഷനാണിത്. -1/4 ആകുമ്പോൾ -4, 1/4 വരുമ്പോൾ 4ലേക്ക് പോകും. 1/2 എന്ന് പറയുമ്പോൾ 2, 1 വരുമ്പോൾ 1, 2 വരുമ്പോൾ 1/2. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് വരിക. ഞാൻ പോയിന്റ്സ് കുറച്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 0ൽ ഫംഗ്ഷൻ ഒരു ബ്രേക്ക് ഉണ്ട് അല്ലേ, 0ൽ. ഓക്കെ, ഞാൻ പോയിന്റ്സ് ആദ്യം പോസിറ്റീവ് വാല്യൂസ് മാർക്ക് ചെയ്യാണ്. ഇവിടെ നോക്കുക, 1 1, ഇതാ 1 1 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു.
2 വരുമ്പോഴത്തേക്കും 1/2 ആണ്. ഇത് 1, അപ്പോൾ ഇത് 1/2, 2 1/2, 4 വരുമ്പോഴത്തേക്കും 1/4 ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തൊരു 100 ഒക്കെ എടുക്കുകയാണെങ്കിൽ 1/100 പോകും അല്ലേ. അപ്പോൾ അതുപോലെ 1000 1,00,000 ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ y വാല്യൂ എന്താവും, 10/0. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ y വാല്യൂ 10/0 പോവുക. ഇനി നമുക്ക് അതേപോലെ ഇങ്ങോട്ടേക്ക് എടുക്കാം. 1/2 എടുക്കുമ്പോഴത്തേക്കും 2 1/4 എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ y വാല്യൂ 4 ആവും. അതുപോലെ നമ്മളിപ്പോൾ 1/1000 ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ y വാല്യൂ എന്താവും, 1000 പോകും. അതിനർത്ഥം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വാല്യൂ 0 പോകുന്നു. ഇവിടുന്ന് നമ്മൾ 0 അടുത്തുള്ള വാല്യൂസ് എടുക്കുമ്പോഴത്തേക്കും അതെന്താവും, →∞ പോകുന്നു. അപ്പോൾ ഈ കേസിൽ x > 0 എടുക്കുന്ന കേസിൽ നമ്മുടെ y വാല്യൂ എന്താണ്, 0 to ∞ പോകുന്നത്. ഓപ്പൺ ഇൻ്റർവെൽ അല്ല, 0 വരുന്നില്ല. ഓക്കെ, ആ റേഞ്ചിലേക്കാണ് അതിൻ്റെ വാല്യൂ പോകുന്നത്, ഒരിക്കലും 0 വരുന്നില്ല. ഓക്കെ, ഇനി ഞാൻ നെഗറ്റീവ് വാല്യൂസ് മാർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കാം. -1 വരുമ്പോഴത്തേക്കും -1, -2 ആണ് വരുന്നതെങ്കിൽ -1/2, -4 ആകുമ്പോഴത്തേക്കും -1/4 അങ്ങനെ വരും അല്ലേ. അപ്പോൾ ഇത് →0 പോകും. ഇവിടെയാണെങ്കിലോ, ഇവിടെ നമുക്കറിയാം നമ്മൾ -1/2 എടുക്കുമ്പോഴത്തേക്ക് അത് -2 പോകും, -4 എടുക്കുമ്പോഴത്തേക്കും അത് -4 പോകും. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് പോയിട്ട് ∞ എത്തും. അപ്പോൾ ഇവിടുന്ന് ഓപ്പൺ ഇൻ്റർവെൽ -∞ 0 പോകുന്നത്. അപ്പോൾ ആര് വരുന്നില്ല, അതിൻ്റെ y വാല്യൂ ഒരിക്കലും 0 ആവുന്നില്ല. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, R-0. ഡൊമെയിനും റേഞ്ചും ഈ കേസിൽ സെയിം ആണ്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരുന്നത്. ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഗ്രാഫിലേക്ക് പോകാം. മോഡുലസ് ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ f from R to R defined by f of x is equal to modulus of x where x belongs to R is known as the modulus function and is defined as modulus of x. നിങ്ങൾ absolute value എന്നൊക്കെ പറഞ്ഞ് 10th പഠിച്ച് കാണും അല്ലേ. Modulus of x is equal to x if x is greater than or equal to 0 and minus x if x is less than 0. അപ്പോൾ നമുക്കറിയാം മോഡുലസ് ഓഫ് 2 എന്താണ്, 2. മോഡുലസ് ഓഫ് -2 എന്താണ്, അത് വരിക. മോഡുലസ് ഓഫ് -2 എന്ന് നമ്മുടെ സെക്കൻഡ് കേസാണ്, എക്സ് <0 ആണ്. അപ്പം മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ -2 വരും. അങ്ങനെയാണത് +2 വരുന്നത്. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് -10 ആണെങ്കിൽ യഥാർത്ഥത്തിൽ വരുന്നത് -10. ഇതാ ഇവിടെ കാണുന്നില്ല മൈനസ് സൈൻ, പിന്നെ എക്സിൻ്റെ വാല്യൂ. അപ്പോൾ -10 ആണെങ്കിൽ -10 വരും, ദാറ്റ് ഈസ് 10. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നതിൻ്റെ y വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഇവിടെ പോസിറ്റീവാണ് വരിക. ഓക്കെ, ഈ കേസിൽ y = മോഡുലസ് ഓഫ് എക്സിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഗ്രാഫ് വരക്കാം. 0 0 ഒരു പോയിൻ്റാണ്, 1 1 അടുത്ത പോയിൻ്റാണ്, 2 2 നെക്സ്റ്റ് പോയിൻ്റ്, അതുപോലെ -1 1 -2 2 അങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഡൊമെയിൻ R വരും. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും 0ഉം പോസിറ്റീവ് വാല്യൂസും മാത്രമേ വരുന്നുള്ളൂ. ഗ്രാഫ് എബവ് ദ എക്സ് ആക്സിസ് ആണല്ലേ. ഇറ്റ് ടച്ചസ് ദ എക്സ് ആക്സിസ് അറ്റ് x = 0. അപ്പോൾ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ് വരിക, നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഗ്രാഫ് y = മോഡുലസ് ഓഫ് എക്സ് ആണെങ്കിൽ ഗ്രാഫ് എങ്ങോട്ടേക്ക് വരും, നേരെ തിരിച്ചിങ്ങോട്ടേക്ക് വരും. ഇതുപോലെ വരും ഗ്രാഫ് കേട്ടോ, നേരെ റിവേഴ്സ് ഓർഡറിലേക്ക് ഇങ്ങനെയാണ് വരിക. ഓക്കെ, അത് നിങ്ങൾ ഹോംവർക്കായി ചെയ്യാം. ഇനി അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ മറ്റൊരു പ്രത്യേകതയും കൂടി, ഇതെന്താണ്, എപ്പോഴും ഒരു V ഷേപ്പ് ഗ്രാഫാണ് ഇവിടെ കാണുന്നത്, കണ്ടോ, V ഷേപ്പ് ഗ്രാഫ്. അടുത്ത ദിവസം നോക്കാം. സിഗ്നം ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ f from R to R defined by f of x is equal to 1 if x is greater than 0, 0 if x equal to 0, -1 if x is less than 0 is known as സിഗ്നം ഫംഗ്ഷൻ. ഇതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. അപ്പോൾ എക്സ് > 0 വരുമ്പോൾ 1 വരും, എക്സ് = 0 വരുമ്പോൾ 0 വരും, എക്സ് < 0 വരുമ്പോഴത്തേക്കും -1 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രാഫ് നോക്കാം. എക്സ് 0 വരുമ്പോഴത്തേക്കും 0, അപ്പോൾ 0 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണും ഇവിടെ. ഇനി എക്സ് > 0, എക്സ് > 0 എന്ന് ഇവിടുന്ന് അങ്ങോട്ട് എക്സ് > 0 ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ y വാല്യൂ എന്താണ്, 1. നമ്മൾ നേരത്തെ പഠിച്ച കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് വരിക, ഇവിടുന്ന് അങ്ങോട്ട് എക്സ് എന്ത് വാല്യൂ എടുത്താൽ y വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, 1. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഗ്രാഫ് വരും. നമുക്കറിയാം 0 0 ആണ്, അല്ലാണ്ട് 0 1 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു
ഓപ്പൺ സർക്കിൾ മാർക്ക് ചെയ്തത്. അതായത് 0, 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ദിസ് ഗ്രാഫ്. ഓക്കെ, ഈ പോയിന്റ് അവിടെ വരുന്നില്ല എന്നർത്ഥം. ഇനി ഇതങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഇനി എക്സ് ലെസ് ദാൻ 0 വരുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും -1 ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വൈ വാല്യൂ -1 ആണ്. ഓക്കെ, ഇപ്പോൾ -1 ആണെങ്കിൽ -1, -2 ആണെങ്കിലും -1, -3 ആണെങ്കിലും -1. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരും. ഈ പോയിൻ്റ് അവിടെ ഇൻക്ലൂഡഡ് അല്ലെന്ന് കാണിക്കാനാണ് ഒരു ഓപ്പൺ സർക്കിൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആറാണ്. റിയൽ നമ്പേഴ്സ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുന്നുണ്ട്, ലെസ് ദാൻ 0 വരുന്നുണ്ട്, ഈക്വൽ ടു 0 വരുന്നത്. അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും ഇവിടെ വന്നു. ഇനി റേഞ്ച് നോക്കൂ, റേഞ്ചിൽ ആരൊക്കെയേ വരുന്നുള്ളൂ? 0 ഉണ്ട്, 1 ഉണ്ട്, -1 ഉണ്ട്. വേറൊരു വാല്യൂയും ഇവിടെ വരില്ല. ഓക്കെ, നമുക്ക് ഇതിനെ മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് എന്ന് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ എക്സ് ബൈ മോഡുലസ് ഓഫ് എക്സ്. ഇനി അടുത്തത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് വേർ എക്സ് ബിലോങ്സ് ടു ആർ. ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഡിനോട്ട്സ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇസ് നോൺ ആസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു വാല്യൂ പറയാം, 2.5. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? ഒന്നുകിൽ 2.5 അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ ആയിട്ട് വരുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. അപ്പോൾ ഏതാണ്? 2.5 ലൈസ് ബിറ്റ്വീൻ ഏതൊക്കെ ഇൻറ്റിജേഴ്സാണ്? 2നും 3ക്കും. 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ അതിനേക്കാൾ കൂടി. അപ്പോൾ അതിനെ തൊട്ട് കുറഞ്ഞിട്ട് വരുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതാണ്? 2. അതിൻ്റെ താഴെ കുറേ വരുന്നുണ്ട്, 1, 0, -1, -2 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് 2.5 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് 0 എന്ന് പറഞ്ഞാൽ 0. സ്ക്വയർ ബ്രാക്കറ്റ് 0.1 എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏതിനിടയിലാണ് വരുന്നത്? 0നും 1നും ഇടയിൽ. 1 അതിനേക്കാൾ കൂടിപ്പോവും. അപ്പോൾ 0 ആണ് തൊട്ട് താഴെ വരുന്ന വാല്യൂ. അപ്പോൾ ആൻസർ വരിക 0. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് 0.4 ആയാലും സ്ക്വയർ ബ്രാക്കറ്റ് 0.9 ആയാലും സ്ക്വയർ ബ്രാക്കറ്റ് 0.999 ഒക്കെ ആയാലും ആൻസർ എന്താണ് വരിക? 0. ഓക്കെ, ഇനി 1 ആണ് വരുന്നുണ്ടെങ്കിലോ സ്ക്വയർ ബ്രാക്കറ്റ് 1 എന്താണ്? 1 തന്നെ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് വാല്യൂ ആണ്. ഇനി സ്ക്വയർ ബ്രാക്കറ്റ് 1.3 അതുപോലെ 1.5, 1.9 ഒക്കെ വരികയാണെങ്കിൽ ആ വാല്യൂസ് ഒക്കെ തന്നെ 1നും 2നും ഇടയിലാണ് വരിക. 2 എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടി. അപ്പോൾ കുറവ് വരുന്നത് ഏതാണ്? 1, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് ഓർഡേർഡ് പെയേഴ്സ് കിട്ടും. ഇനിയിപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് -1 എടുത്ത് നോക്കാം. അതെന്താണ് വരിക? സ്ക്വയർ ബ്രാക്കറ്റ് -1ൻ്റെ ആൻസർ -1. സ്ക്വയർ ബ്രാക്കറ്റ് -0.5 അതായത് -1/2 ഇവിടെ വരും അല്ലേ? അപ്പോൾ അത് ആർക്കൊക്കെ ഇടയിലാണ് വരുന്നത്? -1നും 0. 0 എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടി. അപ്പോൾ കുറവ് വരുന്ന ഏതാണ്? -1. ഓക്കെ, ഇനി സ്ക്വയർ ബ്രാക്കറ്റ് -1.4 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അത് ആരുടെ ഇടയിലാണ് വരുന്നത്? -2നും -1നും. -1 അതിനേക്കാൾ കൂടുതലുള്ള വാല്യൂ ആണ്. തൊട്ട് താഴെ വരുന്നത് ആരാണ്? -2. അപ്പോൾ ഇനി ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 0 അതുപോലെ 0.1 അങ്ങനെ 0.99 ഒക്കെ വരുന്ന കേസിൽ വൈ വാല്യൂ എന്താണ്? 0. അതാണ് ഇവിടെ മാർക്ക് ചെയ്തത്. 1 വരുമ്പോഴത്തേക്കും അത് 1ലേക്ക് പോയി. അപ്പോൾ 1 ഉള്ള പോയിന്റ് ഇവിടെ വന്നു. ഇവിടെ ഈ പോയിന്റ് വരൂല എന്ന് കാണിക്കാനാണ് ഒരു സർക്കിൾ മാർക്ക് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ 1നും 2നും ഇടയിലുള്ള ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂസ് ഒക്കെ 1നും 2നും ഇടയിലാണ് വരിക. 2 എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടും, 1 എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറയും. അപ്പോൾ ആൻസർ വരിക 1 ആണ്. വൈ വാല്യൂ 1 ആണ് വരിക. അപ്പോൾ ഇതാണ് വരിക. ഓക്കെ, അതേപോലെ 2നും 3നും ഇടയിലുള്ള 2 എടുത്തു കഴിഞ്ഞാൽ 2 തന്നെയാണ് വരിക. 2.something എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ആർക്കിടയിൽ വരും? 2നും 3ലും. അപ്പോൾ അതിൻ്റെ വൈ വാല്യൂ എപ്പോഴും 2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇതിന് വേണമെങ്കിൽ മറ്റൊരു പേരും കൂടിയുണ്ട്, സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നും പറയും. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വരുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസാണ്. ഫോർ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ്. അപ്പോൾ എക്സിന് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും എടുക്കാം. നമുക്ക് അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ്. സോ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ആർ. റേഞ്ച് എന്താണ്? എപ്പോഴും നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇൻറ്റിജേഴ്സ് മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതിന് ഡെഫിനിഷനൊക്കെ നന്നായിട്ട് പഠിക്കണം. ഓക്കെ,
Next, draw the graph of the function f from r to r defined by f of x is equal to modulus of x minus 2 where x belongs to r. അപ്പോൾ ഇവിടെ എക്സിന് ഞാൻ കുറച്ച് വാല്യൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം അതൊരു വി ഷേപ്പ് ഗ്രാഫ് ആയിരിക്കണം. ഓക്കെ, ഞാൻ കുറേ വാല്യൂസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4, അപ്പോൾ 4 - 2 ദാറ്റ് ഈസ് 2. 3 വരുമ്പം 3 - 2 1. അങ്ങനെ കുറച്ച് വാല്യൂസ് നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കുക. എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എക്സ് മൈനസ് 2ന് 0 വരുന്നത് എപ്പോഴാണ്? എക്സ് ഈസ് ഈക്വൽ ടു 2. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒരു പോയിൻ്റ് 2 0 ഇവിടെ കാണും. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ഗ്രാഫിൽ ആദ്യം എക്സ് ആക്സും വൈ ആക്സും വരച്ചു. 2 0 ഞാൻ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് തൊട്ടടുത്തൊരു വാല്യൂ 3. അപ്പോൾ 3ക്ക് എന്താണ് വരിക? 3 - 2 1. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് 3 1. വേണമെങ്കിൽ ഒരു 4ഉം കൂടെ മാർക്ക് ചെയ്യാം. 4 വരുമ്പോൾ 4 - 2 ദാറ്റ് ഈസ് 2. അപ്പോൾ 4 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. അപ്പോൾ ഞാൻ ഒരു ലൈന് നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും അല്ലേ? പക്ഷെ അത് വി ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് 2നേക്കാൾ കുറവായിട്ടുള്ള വാല്യൂസും കൂടെ മാർക്ക് ചെയ്യുക. 2നേക്കാൾ കുറവായിട്ടുള്ള കുറച്ച് വാല്യൂസ് 1 വരുമ്പോഴത്തേക്കും നമുക്കിവിടെ 1 - 2 -1 വരും. മോഡുലസ് ഓഫ് -1 എന്താണ്? 1. അപ്പോൾ 1 1 കിട്ടും. ഇനി 0 കൊടുക്കുമ്പോഴത്തേക്കും 0 - 2 മോഡുലസ് ഓഫ് -2 2 0 2 കണ്ടോ? അപ്പോൾ നമുക്കൊരു ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് കിട്ടി. അപ്പോൾ ഈ ഗ്രാഫ് എന്താണ്? വി ഷേപ്പ് ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ ഡൊമെയിൻ ആറാണ്. റേഞ്ച് എന്താണ്? ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം. ഇത് എക്സ് ആക്സിന് മുകളിലാണ് ഇത് ഗ്രാഫ് വരുന്നത് അല്ലേ? വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന വാല്യൂസ് ഇതൊക്കെ തന്നെ എന്താണ്? പോസിറ്റീവാണ്. സോ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇനി മറ്റൊരു ഗ്രാഫ് നോക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 എക്സ് ബിലോങ്സ് ടു ആർ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് -2 ആണ്. അപ്പോൾ എക്സിന് ഞാൻ കുറച്ച് വാല്യൂസ് മാർക്ക് ചെയ്തു. എക്സ് -1 ആകുമ്പോഴത്തേക്കും മോഡുലസ് ഓഫ് -1 1 - 2 എന്താണ് വരിക? -1. 0 കൊടുക്കുമ്പോഴത്തേക്കും 0 - 2 -2. 1 കൊടുക്കുമ്പോൾ 1 - 2 -1. 2 കൊടുക്കുമ്പോഴത്തേക്കും 2 - 2 0. 3 കൊടുക്കുമ്പോഴത്തേക്കും മോഡുലസ് ഓഫ് 3 വരും. 3 - 2 1. ഇനി ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്യാൻ നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. പോയിൻറ്റ്സ് ആദ്യം മാർക്ക് ചെയ്യാം. 2 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ വരും. 3 1 ഇവിടെ വരും. ദെൻ 1 - 1 ഇങ്ങോട്ടേക്ക് വരും. 0 - 2 ഇവിടെ എത്തി. ദെൻ -1 ഇവിടെ എത്തി അല്ലേ? അപ്പം നമുക്കറിയാം ഇതൊരു വി ഷേപ്പ് ഗ്രാഫാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്കൊരു വി ഷേപ്പ് ഗ്രാഫ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൊമെയിൻ എന്താണ്? 6. റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ എടുക്കുന്ന വാല്യൂസാണ്. വൈ ഇവിടെ ഏറ്റവും മിനിമം എടുക്കുന്നത് എവിടെയാണ്? -2. പിന്നെ അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് അങ്ങനെ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി ക്ലോസ്ഡ് ഇൻട്രവൽ -2 ഇൻഫിനിറ്റി. നേരത്തെ നമ്മൾ മോഡുലസ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട് അല്ലേ? മോഡുലസ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഇത് ഇവിടുന്ന് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? മോഡുലസ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വി ഷേപ്പ് ഗ്രാഫാണ്. അതിൻ്റെ മിനിമം വാല്യൂ വരുന്നത് 0ലാണ്. അപ്പോൾ ഈ ഷേപ്പ് ഒരു വി ഷേപ്പ് ഗ്രാഫ് ഇവിടെ നിന്നാണ് വരിക. ഓക്കെ, ഇതിപ്പോൾ മോഡുലസ് ഓഫ് എക്സ് -2 എന്ന് പറയുമ്പോൾ ആ ഗ്രാഫ് ഒരു 2 യൂണിറ്റ് താഴേക്ക് വന്നു. +2 ആണെങ്കിൽ ഗ്രാഫ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകും കേട്ടോ. അങ്ങനെയാണ് വരിക വി ഷേപ്പ് ഗ്രാഫ്. ഓക്കെ.